വൈദ്യപഥം. ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം. വൈദ്യപഥത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. വൈറസ് അണുബാധ മൂലം വരുന്ന അസുഖങ്ങളിലൊന്നാണ് ജലദോഷം. വൈദ്യപഥത്തിൽ ഇന്ന് ജലദോഷവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ സംഗീത ജഷിദാസ്, ചീഫ് കൺസൾട്ടന്റ്, ആയുർവാലി ഹോസ്പിറ്റൽ, മേപ്പാടി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ഡോക്ടർ സംഗീത ജഷിദാസ്, മേപ്പാടി ആയുർവാലി ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടിംഗ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. കാലാവസ്ഥ മാറുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം നേരിടുന്ന ഒരു വില്ലനാണ് ജലദോഷം. തുമ്മലും മൂക്കൊലിപ്പും കാരണം ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജലദോഷവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. സാധാരണയായി വൈറസുകൾ മൂലം ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന ഒരു അണുബാധയാണ് ജലദോഷം. ആയുർവേദ പ്രകാരം ജലദോഷം എന്നാൽ ശരീരത്തിലെ കഫവാത ദോഷങ്ങളുടെ വ്യതിയാനം മൂലമുണ്ടാകുന്നതാണ്. ശരീരത്തിലെ ദഹനപ്രക്രിയ തകരാറിലാകുമ്പോൾ ഉണ്ടാകുന്ന ആമം ശ്വാസകോശ വ്യൂഹത്തെ ബാധിക്കുന്നതാണ് ജലദോഷത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ ലക്ഷണങ്ങൾ മാറ്റുക മാത്രമല്ല, ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് ആയുർവേദം ചെയ്യുന്നത്. ചികിത്സയില്ലെങ്കിലും 7 മുതൽ 10 വരെ ദിവസങ്ങൾ കൊണ്ട് തനിയെ മാറുന്ന അസുഖമാണിത്. എന്നിരുന്നാലും ജലദോഷം വരുമ്പോൾ മറ്റു സുഖങ്ങൾ പിടിപെടാനും അത് മരുന്നില്ലാതെ മാറാതിരിക്കാനും സാധ്യതയുണ്ട്. രോഗത്തിന്റെ ചില ലക്ഷണങ്ങൾ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട്. 200-ലധികം വൈറസുകൾ ജലദോഷത്തിന് കാരണമാകാറുണ്ടെങ്കിലും റൈനോ വൈറസ് എന്നിനമാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. ജലദോഷം മൂക്കിനെയും തൊണ്ടയെയും സൈനസുകളെയുമാണ് സാധാരണഗതിയിൽ ബാധിക്കുന്നത്. ചിലപ്പോൾ കണ്ണുകളെയും ബാധിക്കാറുണ്ട്. രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും രോഗാണുവിനെതിരെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണം മൂലമാണ്. തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, തലവേദന, ചുമ, നേരിയ പനി, ശരീരവേദന, ക്ഷീണം, മണവും രുചിയും നഷ്ടപ്പെടുക ഇവയൊക്കെയാണ് ജലദോഷത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തണുപ്പടിക്കുക, തണുത്ത കാറ്റുകൊള്ളുക, തണുത്ത വെള്ളം കുടിക്കുക, തണുപ്പും ചൂടും വെള്ളം മാറി മാറി കുടിക്കുക, രാത്രി ഉറക്കം കുറവ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, പകൽ ധാരാളമായി ഉറങ്ങുക, കരയുക, തല വിയർക്കുക, അധികമായി സംസാരിക്കുക, പൊടിയടിക്കുക, ദഹനക്കുറവ് ഇവയൊക്കെ ജലദോഷം വരാനുള്ള കാരണങ്ങളാണ്. രോഗകാരികളായ വൈറസുകൾ മൂക്കിലും ശ്വാസനാളികളിലുമാണ് സ്ഥാനം ഉറപ്പിക്കുന്നത്. ഇതിന് കാരണമായി വിശ്വസിക്കുന്നത് കുറഞ്ഞ താപനിലയും വൈറസുകൾക്ക് പാർക്കാൻ പറ്റിയ കോശങ്ങളുടെ ഉയർന്ന ലഭ്യതയുമാണ്. തണുപ്പ് കാലത്തും മഴക്കാലത്തും ജലദോഷം കൂടുതലായി കാണപ്പെടുന്നതിന് ഇത് കാരണമാകുന്നു. രോഗം ഉള്ളയാളുടെ മൂക്കിൽ നിന്നും വരുന്ന സ്രവത്തിൽ അനേകം വൈറസുകൾ അടങ്ങിയിരിക്കും. ഇവ തുമ്മുമ്പോഴോ മൂക്ക് ചീറ്റുമ്പോഴോ കണികളായി അന്തരീക്ഷത്തിൽ പറക്കാനിടയാവുന്നു. ഇത് ശ്വസിക്കുന്ന മറ്റൊരാൾക്ക് രോഗം പിടിപെടാം. എന്നാൽ നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ശരീരം ഇതിനെതിരെ ചെറുത്തുനിൽപ്പ് പ്രകടിപ്പിക്കും. എന്നാൽ ശരീരത്തിൻ്റെ താപനിലയിൽ വ്യത്യാസം വരുന്ന വേളകളിൽ ജലദോഷം പെട്ടെന്ന് വേരുറപ്പിക്കും. ഉദാഹരണത്തിന് മഴ നനയുക, അമിതമായി വിയർക്കുക, വെയിലിൽ അധിക നേരം നിൽക്കുക, നനഞ്ഞ വസ്ത്രം ധരിക്കുക തുടങ്ങിയവ. ഇതുകൂടാതെ രോഗമുള്ളവരുമായുള്ള സമ്പർക്കം, ഉപയോഗിച്ച തുണി, പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതും രോഗം പകർത്താം. രോഗമുള്ളവർ ശുചിത്വം സൂക്ഷിക്കുക വഴി പകരാതെയും അല്ലാത്തവർ ശുചിത്വം പാലിക്കുക വഴി രോഗം വരാതെയും നോക്കുന്നതാണ് നല്ലത്. കൈകൾ കഴുകുന്നതാണ് രോഗം വരാതെ തടയാനുള്ള ഏറ്റവും പ്രധാന മാർഗം. ആവശ്യമുള്ള സമയത്ത് ഫേസ് മാസ്കുകൾ ഉപയോഗിക്കുന്നതും രോഗം തടയാൻ സഹായിക്കും. ഈ വൈറസുകളെ ശരീരം കീഴ്പ്പെടുത്തുന്നത് 5 മുതൽ 15 ദിവസം വരെ എടുത്താണ്. ഇത് ഓരോരുത്തരിലും വ്യത്യാസമുണ്ടായിരിക്കും. വൈറസുകൾ രോഗി തുമ്മുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വായുവിൽ പറക്കുന്നത്. ഇത് വായുവിൽ ചിലപ്പോൾ 1 മണിക്കൂർ വരെ തങ്ങി നിന്നേക്കാം. തുമ്മൽ സാധാരണയായി ജലദോഷത്തിൻ്റെ ആദ്യ നാളുകളിലായതിനാൽ ഏറ്റവും കൂടുതൽ പകരുന്നതും അപ്പോൾ തന്നെ. വൈറസ് സാധാരണയായി മൂക്കിലൂടെയാണ് പ്രവേശിക്കുന്നത്. എന്നാൽ കണ്ണിലെ കണ്ണുനീർ ഗ്രന്ഥികളുടെ കുഴൽ വഴിയും മൂക്കിലേക്ക് പ്രവേശിക്കാം. മൂക്കിനും തൊണ്ടയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്തെ കോശങ്ങളിൽ ഇരിപ്പുറപ്പിക്കുന്നു. അവിടെ വെച്ച് ഇവ വളരെ പെട്ടെന്ന് വംശവർധന നടത്തുന്നു.
രോഗി മൂക്ക് ചീറ്റാതെ വലിച്ച് ശ്വാസകോശത്തിലേക്ക് കയറ്റുന്നത് ഈ സമയത്ത് വൈറസിന് സഹായകമാവുന്നു. രോഗി സഹനശക്തി കുറവുള്ളവനായി കാണപ്പെടാം. ആദ്യം ഉണ്ടാകുന്ന സ്രവങ്ങൾക്ക് കട്ടി കുറവായിരിക്കും. എന്നാൽ ക്രമേണ മൂക്ക് അടയുന്ന തരത്തിൽ കട്ടിവെക്കുകയും ഏതെങ്കിലും ഒരു മൂക്ക്, ചിലപ്പോൾ രണ്ടും അടഞ്ഞു പോവുകയും ചെയ്യാം. തുമ്മലിൻ്റെ ശക്തി ക്രമേണ കുറഞ്ഞു വരുന്നു. ജലദോഷമുള്ള രോഗികൾ വിശ്രമം പ്രധാനമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ധാരാളം ഉറക്കവും വിശ്രമവും ആവശ്യമാണ്. തുളസി, പനിക്കൂർക്ക, ചുക്ക്, കുരുമുളക്, മഞ്ഞൾ ഇവ തിളപ്പിച്ച വെള്ളം അടിക്കടി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ചൂടുവെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂക്കടപ്പ് മാറാനും ശ്വാസോച്ഛ്വാസം സുഗമമാക്കാനും ആവി പിടിക്കുന്നത് സഹായിക്കും. ആവി പിടിക്കുമ്പോൾ തുളസി, പനിക്കൂർക്ക, മഞ്ഞൾ ഇവ വെള്ളത്തിൽ ചേർത്ത് ആവി പിടിക്കുന്നത് നല്ലതാണ്. ജലദോഷം ഉള്ളപ്പോൾ കഴിക്കുന്ന ആഹാരത്തിനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തണുത്ത വെള്ളം, ഐസ്ക്രീം, തൈര്, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ എന്നിവ കഫം കൂട്ടും. അതിനാൽ ഇവ പൂർണ്ണമായും ഒഴിവാക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന ചൂടുള്ള കഞ്ഞി, സൂപ്പുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തല നനയ്ക്കുന്നതും തണുത്ത കാറ്റ് കൊള്ളുന്നതും ഒഴിവാക്കുക. ഇനി എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടത്? ലക്ഷണങ്ങൾ 5 ദിവസത്തിൽ കൂടുതലായിട്ടും മാറാതെ നിൽക്കുകയോ കൂടുതൽ വഷളാവുകയോ ചെയ്യുക, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ആസ്മ രോഗികൾക്ക് ജലദോഷം വരികയാണെങ്കിൽ, കടുത്ത പനി ഉണ്ടാവുകയാണെങ്കിലും ഉടനെ തന്നെ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. ആയുർവേദത്തിൽ ജലദോഷത്തിന് ഫലപ്രദമായ ധാരാളം മരുന്നുകളുണ്ട്. സീതോപലാതിചൂർണം, വ്യൂഷാദിവടകം, ദശമൂലാരിഷ്ടം, അമൃതാരിഷ്ടം, വാസാരിഷ്ടം, കനകാസവം, ദശമൂല കടുത്രയം, ദശമൂല രസായനം, ഹരിദ്രകാണ്ഡം, അങ്ങനെ അനേകം മരുന്നുകളുണ്ട്. രോഗിയുടെ അവസ്ഥയും ദോഷാവസ്ഥയും നോക്കിയാണ് ഓരോ മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ സേവിക്കാൻ ഓർക്കുക. രോഗാവസ്ഥയ്ക്കനുസരിച്ച് നസ്യം, ധൂമപാനം പോലെയുള്ള ചികിത്സകളും ഫലപ്രദമാണ്. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന പഴഞ്ചൊല്ല് ജലദോഷത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുയോജ്യമാണ്. അതുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിക്കുക, ഇടയ്ക്കിടെ കൈകൾ കഴുകുക, രോഗബാധിതരുമായോ സുരക്ഷിതമായ അകലം പാലിക്കുക എന്നിവയിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ജലദോഷം വരാതെ സൂക്ഷിക്കാം. ആരോഗ്യപൂർണമായ ഒരു സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. നമസ്കാരം. ജലദോഷവും ആയുർവേദവും എന്ന വിഷയത്തിൽ ഇന്ന് വൈദ്യപഥത്തിലൂടെ സംസാരിച്ചത് ഡോക്ടർ സംഗീത ജഷിദാസ്, ചീഫ് കൺസൾട്ടന്റ്, ആയുർവാലി ഹോസ്പിറ്റൽ, മേപ്പാടി. വൈദ്യപഥം, ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.